അങ്ങനെ ഞങ്ങൾ എത്തി ഗായ്സ്, എത്തി. ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് എത്തിയത് ടി എന്നാണ് അമ്മച്ചാൻ്റെ പേര്. അവിടുന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂറിലേക്ക് ഞങ്ങൾക്ക് യാത്രയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ടി പൊളിമച്ചാനാട്ടാ. ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം അറിയാം, കുഴപ്പമില്ല, സംസാരിച്ചാൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ നേരെ ടൈഗർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് കാണാനാണ് ഫസ്റ്റ് പരിപാടി. അതിൻ്റെ അടുത്ത റൂം ഫസ്റ്റ് അവിടെ പോയിട്ട് അവിടുന്ന് നേരെ പട്ടായയാണ് ഞങ്ങളുടെ പരിപാടി, ഞങ്ങളുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ അങ്ങനെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത്. പുള്ളിയുടെ ഭാഷയിൽ പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ വൈഫുമായിട്ട് സംസാരിക്കായിരുന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങളതൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ ഇരുന്നു. രസമുണ്ട് കേട്ടോ, പക്ഷേ പുള്ളി പറയുന്നതൊക്കെ കേൾക്കാൻ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ എത്തി. ക്ഷീണിച്ച് നല്ല ലോങ് സ്റ്റാമ്പൊക്കെ കുത്തി തന്നു. ഇത് കുത്തിയില്ലെങ്കിലേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. അതിനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നു. ഇതാ ബ്രേക്ക്ഫാസ്റ്റ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല, ശരി. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് ഇതേ ഒരാൾ കിടക്കണ കിടപ്പ് കണ്ടോ. യെസ്, ക്യാൻ ഐ സിറ്റ് ഹിയർ? ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് മാത്രമാ ഉണ്ടാക്കാം. ഓ, ഇതിനെ പിടിച്ചിട്ട് മറ്റേ ഓണ്ട കരഞ്ഞ് ഒരു അലറുന്നുണ്ട് മോനെ, അലറുന്നുണ്ട്. അവിടെ ഇറക്കി വിട്ടിട്ട് പോയി കേട്ടോ, അതെടുക്കാൻ പറ്റിയില്ല. ഇതിനകത്ത് കയറിയിട്ട് ഇതിനകത്തോ ഓളി അത് പോയിരിക്കും. ഗൈസ് ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. ഫോട്ടോ കണ്ടോ നിങ്ങൾ? സീനാണ്. അവിടെ ഞങ്ങളൊരു കയറിയപ്പോൾ വേറൊരു ടീം ഫോട്ടോ എടുത്ത് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ടോക്കൺ നമ്പർ ഞങ്ങളുടെ ആണ്. ഇനി അകത്തോട്ട് കയറിയിട്ട് എന്താണ് അവിടുത്തെ ഒരു സീനെന്നും പുതിയ കിടക്കുന്ന കണ്ടോ. അയ്യോ, അങ്ങനെ അമ്മു കയറി ഗായ്സ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, പേടിച്ചിട്ട് വൻ സീനാണ് കേട്ടോ. അവന്മാർ 4 പേര് 3 പേരെങ്ങാണ്ടാണ് അതിനെ ഡീൽ ചെയ്യണത്. അതിൻ്റെ അടുത്ത് പോയിരുന്നിട്ടാണ് നമ്മുടെ ഈ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു അടുത്ത് നിന്നിരുന്നപ്പോൾ. ഫോട്ടോ എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു, ഒച്ച വെക്കുകയും അങ്ങനെ സീനൊക്കെ ആയിരുന്നു. നിങ്ങൾ കണ്ടു നോക്ക്. അഞ്ജലി ചെന്നിരുന്നപ്പോഴത്തേക്ക് ഒട്ടും സമ്മതിച്ചില്ല. പക്ഷെ ഞാൻ ചെന്നപ്പോൾ അങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ, ഒരു സീനും ഇല്ലായിരുന്നു. അവൾ ചെന്നിരുന്നപ്പോഴൊന്നും സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അതിനെ മെരുക്കി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ ഒപ്പിച്ച്. അത് കഴിഞ്ഞ് കണ്ടില്ലേ, ഞാൻ വന്നിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. കരഞ്ഞില്ല, എടുത്തില്ല, സീനില്ല. ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അവിടെ കെട്ടിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ് വലിയ പ്രശ്നമില്ലാത്തതെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ അവന്മാരതിനെ ഭയങ്കരമായിട്ട് അവന്മാരുടെ ഡീലിങ്സൊക്കെ ഭയങ്കര അടിപൊളിയാണ് അതുമായിട്ടുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തതൊക്കെ കഴിഞ്ഞ് നേരെ വാലി പിടിച്ചെന്തോ ഒരു ഫോട്ടോസും കൂടെ ഉണ്ട്. യെസ്, ഫൈനലി അതാണ് ലാസ്റ്റ് എടുക്കുന്ന ഒരു ഫോട്ടോ എന്ന് തോന്നും. അതും എടുത്ത് അതിനെ ഒന്ന് പിടിച്ച് തൊട്ട്. ഭയങ്കര ഹാർഡാണ് അതിൻ്റെ സ്കിന്നൊക്കെ, ഭയങ്കര ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ തൊടാനൊക്കെ ഒരവസരം കിട്ടിയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫോട്ടോയും വീഡിയോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളോട് നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തി, അടുത്തതിനെ കണ്ടു. അപ്പോൾ അവിടെ കുറച്ച് പേര് അതിനെ ട്രോളുന്നുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ പേരും വിളിച്ച് വൺ ട്രോളായിരുന്നു അതിനെ. കണ്ടില്ല, വരുന്നുണ്ടോ അത്? കണ്ടാ, സീനാണത്.
അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്ഥലത്തേക്ക് ഗായ്സ്. എല്ലായിടത്തും പുലി, കടുവ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അവിടെ വേറെയും കുറച്ച് ചെറിയ കുറച്ച് ആനിമൽസും കൂടെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഇതാണ് ഇവിടെ ഉള്ളത്. അത് ഇതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം, ഇതിൻ്റെ അടുത്ത് പോകാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ ഉണ്ടല്ലേ ഇതെടുക്ക്, സെൽഫി മതി. ഇവിടെ സീനാണ് മച്ചാനെ, സീന് അങ്ങനെ കാണാൻ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ പേര്. ഗായ്സ് ഇവിടെ ഒരു കുഞ്ഞിന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. എന്താ അങ്ങനെ കെട്ടിയിട്ടേക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ്. മുതലയുടെ കുറച്ച് സർക്കസ് പരിപാടി. ഒരു മുതലേനെ വെച്ചിട്ട് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും കുറേ ഇതൊക്കെ ചെയ്യുന്നൊരു മുതല എന്തോ ഒരു സംതിങ്, അതിനെന്തോ ഒരു പേരുണ്ട്. കുറേ പേര് കാണാനുണ്ട്. ഭയങ്കര രസമായുള്ള അതിൻ്റെ അകത്ത് തല കൊണ്ട് വെക്കുന്നതും കൈ കൊണ്ടിടുന്നതും അങ്ങനെ കുറേ പരിപാടി. അത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. കണ്ടില്ല അയാൾ കാണിക്കുന്നത്? വായിക്കകത്ത് കമ്പിട്ട് കുത്തുന്ന പരിപാടിയൊക്കെയാണ് അയാൾ ചെയ്തത്. തലയൊക്കെ കൊണ്ടുവന്നത് സീൻ വെച്ചാണ്. പക്ഷെ പൊളി പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ അടുത്ത പരിപാടി സർക്കസ് കാര്യങ്ങളും പരിപാടികളുമാണ് അടുത്തത്. അത് അതിലും വലിയ പരിപാടീസായിരുന്നു. ഭയങ്കര രസമായിരുന്നു കാണാൻ. അതിനെക്കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കണേന്ന് ഇത് കണ്ടില്ലേ നടത്തിച്ച് അതിനെക്കൊണ്ട് മരത്തിൻ്റെ മണ്ടയ്ക്കോ കയറിൻ്റെ മണ്ടയ്ക്കോ അങ്ങനെ എന്തൊക്കെയോ കുറേ പരിപാടി. അതും ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. നമ്മളിത് കാണേണ്ട കുറച്ച് പരിപാടികൾ, ഭയങ്കര രസമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. എന്തായാലും എൻജോയ് ചെയ്ത് അവിടെ ഇരുന്ന് കുറേ നേരം. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന് നേരെ റൂമിലോട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ അടുത്ത ഒരു ലൊക്കേഷനുമായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.